ഹായ്, ഏവർക്കും അസ്യൂമാസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠം ഏരിയയുടെ അവസാനത്തെ ഭാഗത്ത് വരുന്ന 4 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ പാഠത്തിൻ്റെ അവസാന ഭാഗമായതുകൊണ്ട് തന്നെ ആ പാഠത്തിൽ നമ്മൾ പഠിച്ച എല്ലാ ആശയങ്ങളും ഈ വരുന്ന ക്വസ്റ്റ്യനുകളിൽ ഉപയോഗിക്കും. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ പഠിക്കുക. 4ാമത്തെ ചോദ്യം, prove that the length of the perpendiculars from any point on the bisectors of an angle to the sides are equal എന്നതാണ്. അതായത് ആംഗിളിന്റെ ബൈസെക്ടറിന്റെ ഒരു പോയിന്റ്, ഒരു ആംഗിൾ, അതിന്റെ ബൈസെക്ടറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഒരു ആംഗിളിന്റെ ബൈസെക്ടർ, ഒരു കോണിന്റെ ബൈസെക്ടർ എന്ന് പറയുന്നത് ആ കോണിനെ തുല്യ 2 ഭാഗങ്ങളാക്കുന്ന, അല്ലെ 2 തുല്യ കോണുകളാക്കുന്ന വരെയാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. ഈ ബൈസെക്ടറിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ കോണിന്റെ സൈഡ്സിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ഒരു പോയിന്റിൽ നിന്ന് 2 ഭാഗത്തേക്കും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ any point on the bisector of an angle to the sides are equal. ഇതാണ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലറിന്റെ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ABC എന്ന് പറയുന്ന ഒരു ആംഗിൾ, അതിനെ PQR എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQ അല്ലെങ്കിൽ QPയും QRും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ചിത്രം പരിശോധിച്ചാൽ BPQ എന്ന് പറയുന്ന ഒരു ത്രികോണവും BQR എന്ന് പറയുന്ന ഒരു ത്രികോണവും നമുക്ക് 2 ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ കഴിയും. ഈ ത്രികോണങ്ങളിൽ നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ ആണ്. QR പെർപെൻഡിക്കുലർ ടു BC ആയിട്ടാണ് വരച്ചത്. അതുപോലെ QP പെർപെൻഡിക്കുലർ ടു B ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവ തുല്യമാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ 2 ആംഗിളും 90 ആണ്. ഈ BQ എന്ന് പറയുന്നത് ഈ ആംഗിൾ ABCയുടെ ബൈസെക്ടർ ആയതുകൊണ്ട് ഈ 2 ആംഗിളും ഈക്വൽ ആണ്. ഇനി 2 കോണുകൾ തുല്യമാണെങ്കിൽ ഒരു ത്രികോണത്തിന്റെ 3ാമത്തെ കോൺ 2 ത്രികോണങ്ങളുടെ 2 കോണുകൾ തുല്യമാണെങ്കിൽ അവയുടെ 3ാമത്തെ കോൺ തുല്യമായിരിക്കും. കാരണം 3 കോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ 2 കോണുകളും ഈ 2 കോണുകൾക്കും തുല്യമാണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3ാമത്തെ കോൺ തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ ഈ 2 ത്രികോണങ്ങൾ പരിശോധിച്ചാൽ, ട്രയാങ്കിൾസ് പരിശോധിച്ചാൽ BQ 2 ട്രയാങ്കിൾസിനും ഈക്വൽ ആണ്. ഒരേ വശമാണ് BQ. 2 ത്രികോണത്തിന്റെയും ഒരു വശം BQ ആണ്. അതിലുള്ള 2 ആംഗിൾ ആണ്, ഒന്ന് RBQവും RQBയും. ഒരു വശം, ഒരു സൈഡും അതിന്റെ 2 ആംഗിൾസും. ഈ BPQ എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഒരു സൈഡിനും അതിന്റെ 2 ആംഗിളിനും ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണ്. അപ്പം ഈ ട്രയാങ്കിൾ RBQയില് ഈ ആംഗിൾ RBQ എന്ന് പറയുന്ന ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള QR എന്ന് പറയുന്ന വശവും QBPയിലെ ആംഗിൾ QBPക്ക് ഓപ്പോസിറ്റ് വരുന്ന PQ എന്ന് പറയുന്ന വശവും തുല്യമായിരിക്കും. കാരണം ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആണെന്ന് 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ത്രികോണങ്ങളിൽ നിന്നും QR is equal to QP എന്ന് കിട്ടും. ഇതാണ് തെളിവ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ. ചോദ്യത്തിന്റെ അത് വിശദീകരിക്കുന്നത് ഈ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം. ഈ ത്രികോണത്തിന്റെ BC എന്ന് പറയുന്ന വശത്തിനെ നീട്ടി വരച്ചതാണ് CD. ഈ BCയും CDയും ഈക്വൽ ആണ്. അയാൾ CD നീട്ടി വരച്ചിട്ട് Dയിൽ നിന്ന് Bയിലേക്ക് യോജിപ്പിച്ചു. പിന്നീട് ഒരു വര വരുന്നത് CE എന്ന് പറയുന്നത് BDക്ക് സമാന്തരമായി പാരലലായി സിയിൽ നിന്ന് AB എന്ന് പറയുന്ന വശത്തേക്ക് വരച്ചതാണ് CE. ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് തെളിയിക്കേണ്ടത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് CE bisects angle C. ഈ CE എന്ന് പറയുന്ന വര C എന്ന് പറയുന്ന കോണിനെ, അതായത് ACB എന്ന് പറയുന്ന ഈ കോണിനെ തുല്യ 2 ഭാഗങ്ങളാക്കുന്നു, ബൈസെക്ട് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യുന്നു. ഉത്തരത്തിലേക്ക് വരാം.
പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ആംഗിൾ എ സി ഇ എന്ന് പറയുന്ന കോൺ എക്സ് ആണെന്ന് നമ്മൾ സങ്കല്പിക്കും. എക്സ് റെക്ടാങ്കുലർ അതിനാണ് നമ്മൾ എക്സ് എന്ന് പറയും. ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആണ്. എന്താ കാരണം? ഈ രണ്ട് വരകളും പാരലൽ വരകളാണ്, രണ്ടും സമാന്തര വരകളാണ്. ഇ സിയും ബി ഡി സമാന്തര വരകളായതുകൊണ്ട് കോൺ എ സി ഇയും കോൺ സി ഡി ബിയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. 7th സ്റ്റാൻഡേർഡിലെ പാരലൽ ലൈൻസ് എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കറസ്പോണ്ടിങ് ആംഗിൾ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഇനി ഇതേ എക്സ് തന്നെയാണ് ഇതും. എന്താ കാരണം? കാരണം സി ബിയും സി ഡിയും ഈക്വൽ ആണ്. സി ബി എന്ന് പറയുന്ന ഈ വശത്തിനെ ഡിയിലേക്ക് നീട്ടി വരച്ചതാണ് സി ഡി. അപ്പൊ സി ബിയും സി ഡിയും തുല്യമായത് കൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിളും എക്സ് ആയിരിക്കും. അപ്പൊ ആംഗിൾ എക്സ് ആണ്. ഇനി ഡി ബി സി എക്സ് ആണെങ്കിൽ ബി സി ഇ ഇതും എക്സ് ഡിഗ്രി ആയിരിക്കും. എന്താ കാരണം? കാരണം ഈ രണ്ട് വരകളും രണ്ട് പാരലൽ ലൈൻസ് ആണ്. ഇ സിയും ബി ഡിയും. അതിനെ കട്ട് ചെയ്യുന്ന വരയാണ് ബി സി, അതിനെ മുറിച്ച് കിടക്കുന്ന വര, അല്ലെങ്കിൽ ഈ രണ്ട് ലൈനിന്റെയും ട്രാൻസ്വേഴ്സൽ ലൈൻ. അപ്പോ ഡി ബി സി, ഈ ബി സി ഇ നമ്മൾ പറഞ്ഞു, ഈ ഡി ബി സിയും ബി സി ഇയും സെഡ് എഴുതുമ്പോൾ ഉണ്ടാവുന്ന വര നമ്മൾ ആംഗിൾ എന്ന് നമ്മൾ പറയും. ഇതിന് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്നാണ് പഠിച്ചത്. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ വേറെ ഒരു ലൈൻ മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എക്സ് ആണ്. ഇനി ചിത്രത്തിലേക്ക് ഒന്നുകൂടെ വന്നാൽ എ ബി സി എന്ന് പറയുന്ന ത്രികോണം നോക്കൂ. അപ്പൊ സി ഇ എന്ന് പറയുന്ന വര ഈ കോൺ സി എ സി ബി എന്ന് പറയുന്ന കോണിനെ തുല്യ രണ്ട് കോണുകളാക്കി മാറ്റുന്നു. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെയും നമുക്ക് എക്സ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് സി ഇ എന്ന വര എ സി ബി എന്ന് പറയുന്ന കോൺ സിയുടെ സമഭാജിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബൈസെക്ടർ, ആംഗിൾ ബൈസെക്ടർ ആണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. ഈ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഈ പഠിച്ച കാര്യം ഉപയോഗിച്ച് 8 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 8 സെന്റിമീറ്റർ ലോങ് ലൈനിനെ 4:5 4:5 എന്ന അംശബന്ധത്തിൽ റേഷ്യോയിൽ എങ്ങനെ ഭാഗിക്കാം എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു 8 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. 8 സെന്റിമീറ്റർ 4:5 എന്നായതുകൊണ്ട് ഒരു സൈഡ് 4 സെന്റിമീറ്ററും ഒരു സൈഡ് 5 സെന്റിമീറ്റർ എടുക്കുക. 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ. ഇനി ചെയ്യേണ്ടത് ഈ എ സി എന്ന് പറയുന്ന വശത്തിനെ ബി സിയുടെ നീളം നീട്ടി വരയ്ക്കാം. എ സിയിലൂടെ ബി സിയുടെ നീളം നീട്ടി വരച്ച് ഇങ്ങനെ ഈ ബി സി എന്ന് പറയുന്നതാണ് സി ഡി. സി ഡി ബി സിയുടെ അത്രയും എ സിയെ നീട്ടി ഡിയിലേക്ക് വരയ്ക്കും. അപ്പൊ ഇത് 5 സെന്റിമീറ്റർ ആണ്. ഇനി ചെയ്യേണ്ടത് ഡിയിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിക്കും. നേരത്തെ ചെയ്ത അതേ വർക്ക്. എന്നിട്ട് ബി ഡിക്ക് പാരലായി ഒരു ലൈൻ ഇവിടെയും വരയ്ക്കും. ഈ ബി ഡിക്ക് പാരലായി വരച്ചിരിക്കുന്ന സി ഇ എന്ന് പറയുന്ന വര എ ബി എന്ന് പറയുന്ന വരയെ 4:5 എന്ന അംശബന്ധത്തിലായിരിക്കും ഭാഗിക്കുക. 4ഉം 5ഉമായിട്ടല്ല ഭാഗിക്കുക, 4:5 എന്ന അംശബന്ധത്തിലായിരിക്കും ഭാഗിക്കുക. അപ്പൊ എ ഇ എന്ന് പറയുന്ന വരയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ എ ഇ എന്ന് പറയുന്നത് ഇത് 8 സെന്റിമീറ്റർ ആണ്. 8 സെന്റിമീറ്ററിന്റെ ആകെ 9 ഭാഗമാക്കിയതിൽ 4 ഭാഗമായി. എ ഇയുടെ നീളം 4 സെന്റിമീറ്റർ അല്ല, പക്ഷേ എ ഇ ബി എന്ന് പറയുന്നത് 4:5 എന്ന റേഷ്യോയിലായിരിക്കും. അപ്പൊ എ ഇയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ആകെയുള്ള 8 സെന്റിമീറ്ററിനെ 9 ഭാഗമാക്കിയതിൽ 9 പാർട്ടാക്കിയതിൽ 4 പാർട്ട് എ ഇയും ഇത് എ ഇ. ഇനി ആകെയുള്ള 8 സെന്റിമീറ്ററിനെ 9 പാർട്ടാക്കിയതിൽ 5 പാർട്ട് ഇ ബിയും ആയിരിക്കും. ഓക്കെ, ഇതിനെ 4:5 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നതിനുള്ള മാർഗം ഒന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ എ ബി 8 സെന്റിമീറ്റർ വരച്ചു. ഇനി 4:5 ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ഉപയോഗിച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക.
എന്നിട്ട് ഈ ബി സിയെ നീട്ടി ഡിയിലേക്ക് വരയ്ക്കുക, ഡിയിൽ നിന്ന് ബിയിലേക്ക് യോജിപ്പിക്കുക. ഈ ബി ഡി എന്ന വശത്തിന് പാരലായി സിയിലൂടെ എ ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, പാരലൽ ലൈൻ. അപ്പൊ അത് ഈ വര സി ഇ എന്ന് പറയുന്ന വര എ ബിയെ 4:5 എന്ന റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുക. ഇതാണ് ഇത് വരയ്ക്കുന്നതിനുള്ള രീതി. ക്വസ്റ്റ്യൻ നമ്പർ 3, അതിൽ വരുന്ന മൂന്നാമത്തെ ഉപചോദ്യം, സബ് ക്വസ്റ്റ്യൻ. 8 സെന്റിമീറ്റർ ലൈനെ 3:4 കട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെ, ആ റേഷ്യോയിൽ ഇതിനെ ഭാഗിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ എന്നാണ്. Can we use it to divide 8 centimeter long line in the ratio 3:4? How? അപ്പൊ 3:4 അപ്പൊ നമ്മൾ ചിത്രം നേരത്തെ വരച്ചോന്ന് വരച്ചേക്കാം. 8 സെന്റിമീറ്റർ വരച്ചു, 3 ഇവിടെ വരച്ചു, 4 ഇവിടെ വരച്ചു, ഇവിടുന്ന് 4 ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ ഒരിക്കലും ട്രയാങ്കിൾ ആവും. ഇതാണ് സംഭവിക്കുക. ഇത് 3 സെന്റിമീറ്ററും ഇത് 4 സെന്റിമീറ്ററും ഇത് 8 സെന്റിമീറ്ററും നമ്മൾ നേരത്തെ എടുത്ത പോലെയാണ്. കാരണം ഒരു ട്രയാങ്കിൾ ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം ചെറിയ രണ്ട് സൈഡ്സ്, സ്മോൾ സൈഡ്സ് രണ്ടെണ്ണം കൂട്ടിയാൽ അതിന്റെ ബിഗ് സൈഡ് കിട്ടും. ഇതിനേക്കാൾ കൂടുതലാവണം, ബിഗ് സൈഡിനേക്കാൾ കൂടുതലാവണം. അപ്പൊ 3ഉം 4ഉം കൂട്ടിയാൽ 7 ആവുള്ളൂ, 8 ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 8നേക്കാൾ കൂടുതലായിരിക്കണം 3ഉം 4ഉം കൂട്ടുന്നത്. അപ്പൊ അതല്ലാത്തത് കൊണ്ട് 8നേക്കാൾ കുറവാണ് 3ഉം 4ഉം കൂട്ടിയാൽ 3ഉം 4ഉം കൂട്ടിയാൽ 7 എന്നാണ് ഉത്തരം കിട്ടുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെ നമുക്ക് വരയ്ക്കാം, ഇത് വരയ്ക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കും. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ചോദ്യത്തിൽ 8 സെന്റിമീറ്റർ ലൈന് 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആയിട്ടല്ല ഭാഗിക്കേണ്ടത്, 8 സെന്റിമീറ്ററിന് 3:4 ആയിട്ട് ഭാഗിക്കണം. അപ്പൊ 3:4 ആയിട്ട് ഭാഗിക്കാൻ 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും എടുക്കണമെന്നില്ല, 3ഉം 4ഉം റേഷ്യോ ആണ്. ഇപ്പൊ 3 എന്ന് പറയുന്ന നമ്പറിനെയും 4 എന്ന് പറയുന്ന നമ്പറിനെയും ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും 3:4 ആയിരിക്കും. നമുക്ക് വേണേൽ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് 6:8, 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും എടുത്താൽ 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും എടുത്താൽ റേഷ്യോ 3:4 ആണ്. 3 × 2 6, 4 × 2 8. ഇനി 1.5 ആണ് എടുക്കുന്നതെങ്കിൽ 4.5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും എടുത്താൽ 4.5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ റേഷ്യോ 3:4. 1.5 കൊണ്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തത്. 3:2, 3 × 1.5 4.5 ആണ്, 4 × 1.5 6 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇതിലേതെങ്കിലും എടുത്ത് വരച്ചാൽ മതി. അപ്പൊ നേരത്തെ വരച്ച പോലെ നമുക്ക് 8 സെന്റിമീറ്റർ ലൈൻ എടുക്കാം. ആദ്യം 8 സെന്റിമീറ്റർ ലൈൻ എടുത്തു. അപ്പം 6 8 എടുക്കുന്നെങ്കിൽ 6 എടുത്തു, 6 സെന്റിമീറ്റർ എടുത്തു, 8 സെന്റിമീറ്റർ എടുത്തു, 6 8. ഇത് 6 സെന്റിമീറ്ററും ഇവിടെ 6 സെന്റിമീറ്റർ എടുക്കുക, ഇവിടെ 8 സെന്റിമീറ്റർ എടുക്കുക, ഇതും 8 സെന്റിമീറ്റർ. ഇനി ചെയ്യേണ്ടത് ഈ ABC നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 6 സെന്റിമീറ്ററിന് 8 സെന്റിമീറ്റർ മുകളിലേക്ക് നീട്ടി വരയ്ക്കും. വരയ്ക്കേണ്ട രീതി മാത്രം പറയുന്നു. കോമ്പസും പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. 8 സെന്റിമീറ്റർ മുകളിലേക്ക് നീട്ടി വരയ്ക്കാം. എന്നിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം ഇതിന് പാരലായി, അതായത് ബി ഡിക്ക് പാരലായി ഇവിടെ അങ്ങനെ ഇത് 3:4 ആയി. റേഷ്യോ ഇവിടെ ഇ എന്ന് കൊടുക്കുകയാണെങ്കിൽ AE:EB എന്ന് പറയുന്നത് 3:4 ആയി. റേഷ്യോ മാറുന്നില്ല, പക്ഷെ അളവുകൾ നമുക്ക് വേണ്ടതിനനുസരിച്ച് മൾട്ടിപ്പിൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ 3:4 പകരം AC എന്ന് പറയുന്ന സൈഡ് 6ഉം BC എന്ന് പറയുന്ന സൈഡ് 8ഉം ആണ് എടുത്തത്. ഇതിന്റെ റേഷ്യോ 6:8 എന്ന് പറയുന്നത് 3:4 ആണ്. 3 2 6, 4 2 8, 3:4 തന്നെയാണ് വരിക. അപ്പൊ ഈ രൂപത്തിൽ ഇതിനെ നമുക്ക് വരയ്ക്കാം. ഈ ചിത്രത്തിൽ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജമുണ്ട്, ABCD എന്ന് പറയുന്ന ചതുർഭുജം. ഈ ചതുർഭുജത്തിന്റെ 4 ഭാഗങ്ങൾ, 2 ഡയഗണൽസ് അഥവാ വികരണങ്ങൾ വരച്ച് 4 ഭാഗങ്ങൾ, 4 ട്രയാങ്കിൾസ് ആക്കിയിട്ടുണ്ട്. അതിൽ 3 ട്രയാങ്കിൾസിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ AX എന്ന് കൊടുക്കുകയാണെങ്കിൽ AXD എന്ന് പറയുന്നതിന്റെ ഏരിയ 60 സെന്റിമീറ്റർ സ്ക്വയർ, XDC യുടേത് 30 സെന്റിമീറ്റർ സ്ക്വയർ, BXC യുടേത് 40 സെന്റിമീറ്റർ സ്ക്വയർ. നാലാമത്തത് BAX അല്ലെങ്കിൽ AXB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കാണണം. എന്നിട്ട് ഇത് 4ഉം കൂടെ കൂട്ടി ആകെ ഏരിയ എത്ര എന്നാണ് ചോദ്യം.
അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ പോയിന്റിലേക്ക് വരുവാണ്. ഇവിടെ നമുക്ക് എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ പരിശോധിക്കാം. ഈ ട്രയാങ്കിൾ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ കൺസിഡർ ദി ട്രയാങ്കിൾ എ ഡി സി, ദെൻ ഈ ഏരിയ 60-യും ഈ ഏരിയ 30-യുമാണ്. അതായത് ട്രയാങ്കിൾ എ ഡി എക്സ് ഏരിയയും അതിന്റെ റേഷ്യോയും ട്രയാങ്കിൾ സി എക്സ് ഡി അല്ലെങ്കിൽ സി ഡി എക്സ് ഇതിന്റെ റേഷ്യോ സി ഡി എക്സ്, ഈ രണ്ട് റേഷ്യോയും നോക്കിയാൽ ഇത് 60-ഉം ഇത് 30-ഉമാണ്. അപ്പൊ അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 60:30, that is 2:1 എന്നാണ് കിട്ടുന്നത്. അപ്പോ ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് സൈഡിന്റെ ഏരിയയും എന്ന് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചാൽ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയായിരിക്കും, ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ തന്നെയായിരിക്കും ഈ സൈഡിന്റെ x:xc-യും ട്രയാങ്കിൾ എ ഡി എക്സിന്റെ റേഷ്യോയും ട്രയാങ്കിൾ സി എക്സ് അല്ലെങ്കിൽ സി ഡി എക്സിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കുമെന്ന് ഒന്നാമത്തെ ആശയത്തിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ 2:1 ആണെങ്കിൽ ഈ രണ്ട്, അതായത് എ എക്സ് ഈസ് ടു എക്സ് സിയും 2:1 ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ റേഷ്യോ 40 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ് വരുന്ന ബി സി അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ പരിഗണിച്ചാൽ ഈ സൈഡിന്റെ സി എക്സ് ഈസ് ടു എ എക്സ് തന്നെയായിരിക്കും ഇതിന്റെ ഏരിയയുടെ റേഷ്യോ. ഈ ട്രയാങ്കിൾ പരിശോധിച്ചാൽ ഈ രണ്ട് ട്രയാങ്കിളും, ഈ ചുവന്ന ട്രയാങ്കിളും പച്ച ട്രയാങ്കിളും തമ്മിലുള്ള ഏരിയയുടെ റേഷ്യോ ആയിരിക്കും അതിന്റെ സൈഡായ സി എക്സും എ എക്സും തമ്മിലുള്ള റേഷ്യോ. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. പക്ഷെ ഇവിടെ അതായത് 1:2 തന്നെയായിരിക്കും. 1 എന്ന് പറയുന്ന റേഷ്യോ 40 ആണ്. ഇവിടെ 1 എന്ന് പറയുന്ന റേഷ്യോ 40 ആണ്. ഈ സൈഡിന്റെ റേഷ്യോ നമ്മൾ കണ്ടു 1:2. ഈ ഇതിന്റെ ഏരിയയുടെ റേഷ്യോ 1:2 ആയതുകൊണ്ട് ഈ സൈഡിന്റെ റേഷ്യോയും 1:2 തന്നെയാണ്. 1 എന്ന് പറയുന്ന റേഷ്യോ 40 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2 എന്ന് പറയുന്ന റേഷ്യോ, അതായത് എ എക്സ് എന്ന് പറയുന്ന റേഷ്യോ സെന്റിമീറ്റർ 80 സെന്റിമീറ്റർ. 1 എന്ന് പറയുന്ന റേഷ്യോ 40 ആയതുകൊണ്ട് 2 എന്ന് പറയുന്ന റേഷ്യോ 80 സെന്റിമീറ്റർ സ്ക്വയർ 80 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഏരിയ 80 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് 40 സെന്റിമീറ്റർ സ്ക്വയർ 1 റേഷ്യോ. ഇപ്പൊ 2 എന്ന് പറയുന്ന റേഷ്യോ അതിന്റെ ഡബിൾ 80 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എ ബി എക്സിന്റെ റേഷ്യോ നമുക്ക് കിട്ടി 80 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പൊ 4 ട്രയാങ്കിളിന്റെയും ഏരിയ കിട്ടി. ഇത് 60, 30, ഇത് 40, ഇത് 80. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 60 പ്ലസ് 30 പ്ലസ് 40 പ്ലസ് 80. 90, 90, 130, 210. 210 സെന്റിമീറ്റർ സ്ക്വയർ ഓർ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പിക്ചറിൽ ദി ഹൊറിസോണ്ടൽ ലൈൻസ് അറ്റ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ആർ പാരലൽ. ഈ രണ്ട് ലൈനും എ ബിയും സി ഡിയും ഈ രണ്ട് ലൈൻ ഇത് രണ്ട് പാരലൽ ആണ്. ആ രണ്ട് പാരലൽ പ്രൂവ് ദാറ്റ് ദി യെല്ലോ ആൻഡ് ദി റെഡ് ട്രയാങ്കിൾ ആർ ഓഫ് ദി സെയിം ഏരിയ. ഇവിടെ യെല്ലോ ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ റെഡ് ട്രയാങ്കിൾ ഉണ്ട്. അതായത് എ ഇ ബിയും എ എഫ് ബിയും ഈ രണ്ട് ട്രയാങ്കിളും എ ഇ ബി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും എ ഇ നമുക്കൊരു പേര് കൊടുക്കാം, എ ഇ എക്സ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. ഇതാണ് എ ഇ എക്സ്. എ ഇ എക്സ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും ബി എഫ് എക്സ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിന്റെ ഈ എ ഇ എക്സ് എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ നീട്ടി വരച്ചാൽ എ ഇ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടും. അതുപോലെ ബി എഫ് എക്സിനെ നീട്ടി വരച്ചാൽ ബി എഫ് എ എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടും. ഇത് പരിശോധിച്ചാൽ രണ്ടിന്റെയും എ ബി എക്സ് എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിളിന്റെയും കോമൺ ഏരിയ. രണ്ടിനും വരുന്ന ഒരു ഭാഗമാണ് എ എക്സ് ബി. ഇനി എ ഇ ബിയും എ എഫ് ബിയും നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, എ ബി ആണ് രണ്ടിന്റെയും ബേസ്, രണ്ടിന്റെയും ഹൈറ്റ് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ഏരിയ ഉള്ള ട്രയാങ്കിളാണ്. അപ്പൊ രണ്ട് ട്രയാങ്കിളിന്റെയും തുല്യമായ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗങ്ങളും ഈക്വൽ ആയിരിക്കും. രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയ തുല്യമാണ്. അതിൽ തുല്യമായ ഒരു രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള
രണ്ട് ഭാഗങ്ങളും ഇതും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് രണ്ടും പാരലൽ ലൈനിന്റെ ഇടയിൽ വരുന്ന ഒരേ ബേസിലുള്ള ട്രയാങ്കിളിന്റെ ഭാഗമാണ്. രണ്ടിന് കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് AXB. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗവും ഇതിന്റെ ഏരിയയും തുല്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ചിത്രത്തിൽ നിന്ന് ഇത് ഒരു ട്രപ്പീസിയാണ്. എന്താണ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ ലംബം. ABയും CDയും പാരലലാണ്. ABയും CDയും പാരലൽ ആവുമ്പോൾ അതിനെയാണ് നമ്മൾ ഒരു പെയർ പാരലായിട്ട് വന്നാൽ അതിനാണ് നമ്മൾ ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്ന് പറയും. ഈ ചിത്രത്തിൽ ABയും CDയും പാരലാണ്. ABയും CDയും പാരലൽ ആയതുകൊണ്ട് തന്നെ 7th ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടുണ്ട് ADBയും ACBയും ഈക്വൽ ആണ്. കാരണം രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ട്രയാങ്കിൾസ് തേർഡ് വെർട്ടെക്സ് പാരലൽ ലൈനിലാണ് വരുന്നതെങ്കിൽ അതിന്റെ ഏരിയ ഈക്വൽ ആണ്. അപ്പൊ ADBയുടെയും ACBയുടെയും ഏരിയ ഈക്വൽ ആണ്. രണ്ടിന്റെയും പൊതുവായ ഭാഗമാണ്, കോമൺ ഏരിയ ആണ് APB എന്ന് പറയും. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതും 10 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് ട്രയാങ്കിൾ ADBയും ACBയും. അപ്പൊ ADP എന്ന് പറയുന്ന ഭാഗവും BCP എന്ന് പറയുന്ന ഭാഗവും ഈക്വൽ ഏരിയ ആണ്. കാരണം അത് ബാക്കിയുള്ളത് കോമൺ ആണ്. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 7th ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇത് ഇനി ഈ രണ്ട് ട്രയാങ്കിൾ ABD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു ഭാഗം 20 സെന്റിമീറ്ററും ഒരു ഭാഗം 10 സെന്റിമീറ്ററും. അപ്പൊ റേഷ്യോ 20:10, ദാറ്റ് ഈസ് 2:1 ആണ്. ഈ ട്രയാങ്കിളിന്റെ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയയുടെ റേഷ്യോ 2:1 ആണ്. അതുകൊണ്ട് BP PD എന്ന് പറയുന്നതും 2:1 തന്നെ ആയിരിക്കും. കാരണം ട്രയാങ്കിളിന്റെ ഏരിയയുടെ അതേ റേഷ്യോ ആയിരിക്കും അതിന്റെ സൈഡിന്റെ റേഷ്യോ. അപ്പൊ BP PD എന്ന് പറയുന്നത് 2:1 ആണ്. റേഷ്യോ 2:1 ആണ്. 2 എന്ന് പറയുന്ന റേഷ്യോ. അപ്പൊ ഇവിടെയുള്ള ഇനി DCB ഈ ട്രയാങ്കിൾ പരിഗണിക്കുക. DCB ഈ ട്രയാങ്കിൾ പരിഗണിച്ചാൽ ഇവിടെയും ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും. 1:2 ആണ് റേഷ്യോ. 2 എന്ന് പറയുന്ന റേഷ്യോ 10 ആണ്. അപ്പൊ ഇത് 1 ആണ് റേഷ്യോ. ഈ റേഷ്യോ 10 എന്ന് പറഞ്ഞാൽ 2:1 എന്ന് പറയുന്ന റേഷ്യോ 10:. അപ്പൊ 2 എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 10/2 = 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇത് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇത് 2 ആണ് റേഷ്യോ. അപ്പൊ 1 എന്ന് പറയുന്ന റേഷ്യോ ഈ 10ന്റെ ഹാഫ് ആയിരിക്കും. അഥവാ ഈ ഭാഗത്തിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ന് കിട്ടും. ഇനി ടോട്ടൽ ഏരിയ കാണാനാണ് ആവശ്യപ്പെട്ടത്. 20 + 10 + 5 + 10. 20 + 10 30, 35, 35 + 10 45 സെന്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 45 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ന് കാണാൻ കഴിയും. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെയും ABCD എന്ന് പറയുന്നത് ഒരു ട്രപ്പീസിയാണ്. ദാറ്റ് മീൻസ് AB പാരലൽ ടു CD. ഈ ട്രപ്പീസിയത്തിന്റെ ഹോൾ ഏരിയ മൊത്തം പരപ്പളവ് കാണും. രണ്ട് ഭാഗത്തിന്റെ പരപ്പളവ് DECയുടെ 4 സെന്റിമീറ്ററും AEBയുടെ 9 സെന്റിമീറ്ററുമാണ് എന്ന് തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ADEയുടേതും BCE എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതായത് ADB എന്ന് പറയുന്ന ട്രയാങ്കിളും ACB എന്ന് പറയുന്ന ട്രയാങ്കിളും സെയിം ഏരിയ. നേരത്തെ നമ്മൾ പറഞ്ഞതിന് വിശദീകരിക്കുന്നില്ല. ABയും CDയും പാരലലാണ്. രണ്ടിന്റെയും ബേസ് AB ആണ്. അപ്പോ ADB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ACB എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ADE ട്രയാങ്കിളിന്റെ ഏരിയയും BCE ട്രയാങ്കിളിന്റെ ഏരിയയും ഈക്വൽ ആണ്. കാരണം ഇത് കോമൺ പാർട്ടാണ്. അത് 9 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ബാക്കി വരുന്ന ഈ ഭാഗത്തിന്റെ ഏരിയ നമുക്ക് അറിയില്ല. X ആണെന്ന് കൊടുക്കാം. ഇവിടെയും X സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കും. ഇത് X ആണെങ്കിൽ ഇതും X ആണ്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കാം. ഈ ട്രയാങ്കിൾ എടുക്കിയത് ട്രയാങ്കിൾ DCB കൺസിഡർ ചെയ്യാം. DCB ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ്സിന്റെ DE EB എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഏരിയക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അഥവാ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 4:X ആണ്. ട്രയാങ്കിൾ DCB കൺസിഡർ ചെയ്താൽ ഇത് 4ഉം ഇത് X ആണ് ഏരിയ. അതുകൊണ്ട് ഇവിടെ റേഷ്യോ 4:X ആയിരിക്കും. ഇവിടെ 4:X.
ഇനി ത്രികോണം എ ബി ഡി കൺസിഡർ ചെയ്താൽ ഇത് എക്സ് സെന്റിമീറ്റർ സ്ക്വയറും ഇത് 9 സെന്റിമീറ്റർ സ്ക്വയറുമാണ്. അതുകൊണ്ട് തന്നെ DE is to EB എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൽ നിന്ന് 4:9 ഇത് എക്സും ഇത് 9 ആണ് x:9 എന്ന് കിട്ടും. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യും. ഒരു ട്രയാങ്കിളിൽ നിന്ന് DE is to EB എന്ന് പറയുന്നത് 4:x എന്നും രണ്ടാമത്തെ ട്രയാങ്കിളായ BAD യിൽ നിന്ന് DE is to EB എന്ന് പറയുന്നത് x:9 എന്ന് കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണ്, കാരണം രണ്ടും DE is to EB ആണ്. അപ്പൊ രണ്ടും DE is to EB ആണ്. അപ്പൊ അതിന്റെ രണ്ടും ഈക്വൽ ആണ്. 4:x എന്ന് പറയുന്നത് x:9 ഈക്വൽ ആണ്. അത് രണ്ടും ഒരേ ഭാഗം. അപ്പൊ ഈ രണ്ട് കാര്യത്തിൽ നിന്നും 4:x = 9x:9 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റിയാൽ 4:x നെ 4/x എന്ന് എഴുതാം എന്ന് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ x:9 എന്നുള്ളതിനെ x/9 എന്ന് ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ x എത്രയാണ് നമുക്ക് കാണണം, എന്നാൽ ഇത് കൂട്ടാൻ പറ്റുള്ളൂ. ഈ x ഏരിയയാണ്, ഈ x ഏരിയ, ഇത് രണ്ടും ഈക്വൽ ഏരിയ. x കാണാൻ വേണ്ടി ഇതിനെ നമ്മൾ വിപരീത ഗുണനം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നു. അതായത് ഈ 4നോട് ഈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 9 ഈ x നെ ഈ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x × x. That is x × x, x² = 4 × 9 36. x × x, x², 4 × 9 36. x² 36 ആണെങ്കിൽ x² ന്റെ സ്ക്വയർ റൂട്ട് നമുക്കറിയാം. x² 36 ആണെങ്കിൽ x എന്ന് പറയുന്നത് √36 ആണ്. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ സ്ക്വയർ റൂട്ട് കാണാൻ പഠിച്ചിട്ടുണ്ട്. 36 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 36ന്റെ സ്ക്വയർ റൂട്ട് 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. x ന്റെ വാല്യൂ 6 ആണ്. അപ്പൊ ഇവിടെ 6 ഇതും 6 എന്ന് കിട്ടും. അപ്പൊ 4 ഏരിയയും കിട്ടി. ഇനി ഹോൾ ഏരിയ കാണാൻ വേണ്ടി 6 + 4 + 6 + 9. ഇത് 6, ഇത് 4, ഇത് 6, ഇത് 9. 6 × 4 = 10, 16 × 9 25 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ ട്രപ്പീസിയത്തിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയാം. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഭാഗത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ലാസ്റ്റ് ഭാഗത്ത് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ചെയ്തു പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഭാഗം കൂടെ അവസാനം ഇതിന്റെ റിവിഷൻ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഈ പാഠം അവസാനിക്കുന്നത് വകയിൽ എല്ലാവർക്കും ഗുഡ് ബൈ.